ഇന്ത്യയോടെ കളിക്കാൻ വന്ന പാകിസ്ഥാൻ ഇപ്പോൾ ലോകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ആ ഒറ്റപ്പെടലിൽ ആ രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് ആയിത്തീരത്തില്ലേ? ഇപ്പോൾ മാത്രമല്ല പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുന്നത്, നേരത്തെ തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം മത രാജ്യങ്ങൾ പാകിസ്ഥാനെ വിഗണിച്ചു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അവർ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ആരും സഹായം നൽകാനില്ല. പിന്നെ മറ്റ് രാഷ്ട്രീയമായിട്ട് അവർ വെറും ഒരു ഒരു വ്യക്തിത്വമുള്ള രാജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. പേഴ്സണ നോൺ ഗ്രാറ്റ എന്ന് ഇംഗ്ലീഷിൽ പറയും. പേഴ്സണ നോൺ ഗ്രാറ്റ, ഒരു സ്ഥാനവും ഇല്ലാത്ത ഒരു രാജ്യം, അയോഗ്യമായ ഒരു രാജ്യമായിട്ട് അവർ മാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ മാറിക്കഴിഞ്ഞതാണ്. ഈ അവസ്ഥയിലാണ് പട്ടിണിയും പരിവട്ടവും. ഉള്ളിൽ തന്നെയുള്ള പോരാ, പാളയത്തിൽ പടാം. ബലൂചിസ്ഥാനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് 7 സൈനികരെ കൊന്നത്. അവിടുത്തെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആൾക്കാർ. പട്ടാളത്തിന് ഒരു നിയന്ത്രണവും ഇല്ല ഇപ്പോൾ ബലൂചിസ്ഥാനിൽ. അങ്ങനെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ ആഗ്രഹം സാധിച്ചു വരികയാണ്, ബലൂചിസ്ഥാൻ സ്വതന്ത്രമാവുക എന്നുള്ളത്. ഇന്ത്യയോടൊപ്പം മഹാത്മാഗാന്ധിയോടൊപ്പം നിന്ന അതിർത്തി ഗാന്ധിയുടെ ലക്ഷ്യം ഇപ്പോൾ രണ്ടുപേരും മഹാത്മാഗാന്ധിയുടെയും ലക്ഷ്യം ഇപ്പോൾ നടക്കുകയാണ്. സ്വതന്ത്രമായ ഒരു ബലൂചിസ്ഥാൻ വരാൻ പോവുക. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പാകിസ്ഥാൻ്റെ ആകെ ആശ്രയമെന്ന് പറയുന്നത് ചൈനയല്ല, അതിനുള്ളിലെ ഭീകരവാദികൾ. അവരെ തീറ്റിപ്പോറ്റി വളർത്തുകയായിരുന്നു പാകിസ്ഥാൻ ഇതുവരെ. അവരിലുള്ള പ്രതീക്ഷയും പോയിരിക്കുന്നു. ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസം പ്രിസൈസ്, കാലിബ്രേറ്റഡ്, അതുപോലെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വഴി 15 മിനിറ്റ് കൊണ്ട് അത് തകർത്തിരിക്കുന്നു. നേരത്തെ നമ്മൾ നടത്തിയത് ഒരു സർജിക്കൽ സ്ട്രൈക്കാണെങ്കിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു ആക്ഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള 3 സൈനിക വിഭാഗങ്ങളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള, അതായത് കര, കടൽ, വായു കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി, സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്, ഇൻ്റഗ്രേറ്റഡ് ഓപ്പറേഷൻ. ആ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാനിലെ 9 സ്ഥലങ്ങളാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് മുസറാബാദിനടുത്തുള്ള ബഹൽപൂർ എന്ന് പറയുന്ന സ്ഥലം. അതാകട്ടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമാണ്. ആ ആസ്ഥാന ഹെഡ് ക്വാർട്ടേഴ്സ് തകർന്ന് തരിപ്പണമായി. അതിൽ കുറേ പേര് മരിച്ചിട്ടുണ്ട്. അതിൻ്റെ തലവൻ തന്നെ, ഇപ്പോഴത്തെ തലവൻ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ആൾക്കാരും അവിടെ ഉള്ളതാണ്. പിന്നെ രണ്ടാമത്തേത് മുരിദ്ഗെ എന്ന് പറയുന്നത് ലഷ്കറിൻ്റെ മറ്റൊരു ആസ്ഥാനമാണത്. മൂന്നാമത്തേത് തെഹര കലാൻ, ജെയ്ഷെയുടെ ആസ്ഥാനമാണത്. അതുപോലെ തന്നെ നാലാമത് ബർണാല എന്ന് പറയുന്ന സ്ഥലം. ബർണാല, സുർജിത് സിംഗ് ബർണാല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ബർണാല ആ പാകിസ്ഥാനിലുമുണ്ട്. ഒരു പക്ഷേ ഈ ബർണാല എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള അവർ പേടിച്ച് അഭയാർത്ഥികളായിട്ട് ആ ഇസ്ലാമിക കൊലപാതകം പേടിച്ചിട്ട് അവരുടെ ആ പ്രദേശത്തെ ബർണാലയാണ്. അവിടെ നിന്ന് വന്നതായിരിക്കും ഇദ്ദേഹം. കാരണം അവിടെ ഈ കൊലപാതകവും ഹിന്ദുക്കളെ കൊല്ലുക, ഹിന്ദു മതത്തിൽപ്പെട്ടവരെ മാത്രമല്ല ഇസ്ലാം അല്ലാത്ത എല്ലാവരെയും കൊല്ലുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോയപ്പോൾ ഡയറക്റ്റ് ആക്ഷൻ്റെ ഫലമായിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് വിട്ടുപോകുന്നതായിരിക്കും അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ കോഡ്ലി, ജെയ്ഷെ ഹിസ്ബുള്ള മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെയും ആസ്ഥാനമാണത്. പിന്നെ ബഹാവൽപൂർ, ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം. സിയാൽകോട്ട്, ഹിസ്ബുള്ളിൻ്റെ. പിന്നെ 7ാമത് ഗുൾപൂർ എന്ന് പറയുന്ന സ്ഥലം. 8ാമത് സവായ് എന്ന് പറയുന്ന സ്ഥലം. 9ാമത് രജൗറിക്കടുത്തുള്ള ഒരു താവളം. എല്ലാം ഭീകര താവളങ്ങളാണ്. രജൗറി എന്ന് പറയുന്നത് കാശ്മീരിലെ ഒരു ജില്ലയാണ്. ഇന്ത്യയുടെ രജൗറിയിൽ എപ്പോഴും ഭീകരമാക്രമണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഇവരാണ് എന്നുള്ളത് വ്യക്തം. പാകിസ്ഥാൻ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ടെറർ ക്യാമ്പുകളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒന്നും ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല. മരിച്ചവരെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ 10:30 പത്രസമ്മേളനം പ്രതിരോധ മന്ത്രാലയം നടക്കും. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള കണക്ക് അതൊന്നും സത്യമാവണമെന്നില്ല. കാരണം ഈ മരണം നടന്നിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിലും യുദ്ധം നടന്നിരിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിലുമാണ്. ഇന്ത്യ 1 ഇഞ്ച് പോലും പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് തന്നെ ഹ്രസ്വദൂര മിസൈൽ 500 കിലോമീറ്ററിന് താഴെ മാത്രം പരിധിയുള്ള ആ ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണമാണിത്. ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത റഫാൽ വിമാനങ്ങൾ ഈ യുദ്ധത്തിൽ വളരെ വിജയകരമായിട്ട് ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ റഫാൽ വാങ്ങിച്ച സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും വളരെ ഫലപ്രദമായിട്ട് അതിൻ്റെ ടാർഗറ്റിൽ എത്തിക്കാൻ ഇന്ത്യൻ സൈനികർക്ക് സാധിച്ചു എന്നുള്ളൊരു സത്യം അവശേഷിക്കുന്നുണ്ട്. സ്കാൾപ്പ് എന്ന് പറയുന്ന മിസൈലാണ്, SCALP. സ്കാൾപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിക്ക് പറയുന്ന പേരാണ്.
ആ തലയോട്ടി എന്ന പേരുള്ള മിസൈലുകളാണ് അവിടുന്ന് വിന്യസിച്ച് വിജയകരമായിട്ട് ഇത് തകർക്കാൻ വേണ്ടി എവിടെയൊക്കെ ടാർഗറ്റ് ചെയ്തു അത് മുഴുവൻ തകർത്തു. നമ്മൾ ഒരു 1000 പേരുടെ മരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഭീകരരുടെയാണ്, ഒറ്റ സിവിലിയൻ പോലും മരിച്ചിട്ടില്ല. അത് എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല, പലതരത്തിൽ പറയുന്നുണ്ട്. 600 വളരെ പിന്നെ തന്ത്രപൂർവ്വമായിട്ടുള്ള നീക്കം. അതെ, ഈ നമ്മുടെ ഇപ്പം ഉദ്ദേശിച്ച ഈ സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മരിച്ചവരുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല, കാരണം നമ്മൾ അവരെ കാണുന്നില്ലല്ലോ. പിന്നെ കൃത്യമായ കണക്ക് വന്നിട്ടില്ല. മരിച്ചവർ എത്രയാണെന്ന് എണ്ണാൻ പറ്റില്ല, ഇതിൽ കൂടി എണ്ണി തീർക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് തകർക്കുന്നതോടുകൂടി ആ താവളവും തകരുകയാണ്. പിന്നെ അതിനുള്ളിൽ അവശേഷിക്കുന്നത് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുകയില്ല. ഉള്ളിലാണല്ലോ അത്, സുതാര്യമല്ലാത്തതാണല്ലോ ഇതിൻ്റെ ഈ മേൽക്കൂരകളൊക്കെ അടിഞ്ഞ് തകർന്നു വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഉള്ളിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കണക്ക് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ ഊഹാഭോഗങ്ങളും ഒക്കെ വരുമെന്ന് തന്നെ വിചാരിക്കാം. ഇനിയിപ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ തകർത്തു, നമ്മുടെ ലക്ഷ്യം നമ്മൾ സാധിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു താവളത്തിൽ ഒളിച്ചിരുന്നത് പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഒരാളാണ് എന്നുള്ളതാണ്. അയാളെ കൊന്നു എന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടുന്നുണ്ട്. കൺഫേം ചെയ്യും ഇപ്പോൾ 10:30-ക്കുള്ള സമ്മേളനത്തിൽ. അങ്ങനെയാണെങ്കിൽ പഹൽഗാം ആക്രമണം നടന്നപ്പോൾ അതിനു ചുറ്റുമുള്ള വനമേഖല, ത്രാൾ വനമേഖല മുഴുവൻ നമ്മുടെ പട്ടാളം വളഞ്ഞിരിക്കുകയാണ്. അതിൽ കൂടി ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? അങ്ങനെയാണെങ്കിൽ പഹൽഗാമിൽ നിന്ന് ഭൂമിക്കടിയിലൂടെയുള്ള എന്തെങ്കിലും തുരങ്കമുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാകും. അല്ലാതെ രക്ഷപ്പെടാൻ അവിടുന്ന് കഴിയില്ല, ഇന്ത്യയുടെ ആർമിയുടെ കണ്ണിൽപ്പെടാതെ. ഇസ്രായേലിലേക്ക് ഹമാസ് അന്ന് ഉണ്ടാക്കി വെച്ച തുരങ്കം പോലെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുകയാണ്. ഇങ്ങനെയാണ് സത്യമെങ്കിൽ ആ ഒരു സംശയം നമുക്കുണ്ട്. പക്ഷേ അതിൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഈ 10:30 സമ്മേളനത്തിന് സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പാകിസ്ഥാൻ തിരിച്ചടിക്കുമോ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇന്ത്യക്കാർ ഇനി നോക്കും, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു, കൃത്യമായിട്ട് ചെയ്തു. അല്ല, നമ്മുടെ ജോലി പൂർണ്ണമായിട്ടില്ല, ഇനിയും അടിക്കുവാണെങ്കിൽ ഇനി തിരിച്ചടിക്കാൻ കൗണ്ടർ ഓഫൻസീവിന് പിന്നെ തയ്യാറെടുപ്പോടുകൂടി ഇന്ത്യൻ സൈന്യം അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ പിന്നെ ചൈന എന്ത് നിലപാട് എടുക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചൈനയുടെ നിലപാട് ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രണ്ട് കൂട്ടരും ന്യൂട്രലായിട്ടുള്ള മറുപടിയാണ്. രണ്ട് കൂട്ടരും പരമാവധി സംയമനം പാലിക്കണം. പണ്ട് ധാക്കയിലേക്ക് പോയി ബംഗ്ലാദേശിലേക്ക് ഇന്ത്യൻ സൈന്യം പോയപ്പോൾ മാവോ സേതുങ് എന്തായിരുന്നു പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഇന്ത്യയുടെ പതനം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലുള്ള ഒരു കടുത്ത റിയാക്ഷനൊന്നും ഇല്ലിപ്പോൾ, ഇന്ത്യ പതിച്ചതുമില്ല. എനിക്ക് തോന്നുന്നു ഈ സംയമനം രണ്ടു കൂട്ടരും പാലിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ പാകിസ്ഥാൻ ലോകരാജ്യങ്ങളിടയിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ വന്നപ്പോഴും ആയിരിക്കും. തന്നെയല്ല, ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല. ഇന്ത്യയുമായിട്ടൊരു കലഹം അവർ ആഗ്രഹിക്കുന്നില്ല. സാമ്പത്തികമായിട്ട് അവർക്ക് നിലനിൽക്കണമെങ്കിൽ അമേരിക്ക അവരെ കൈവിട്ടു. ഇരട്ടച്ചുങ്കത്തിൻ്റെ കാര്യം വന്നപ്പോഴേ അമേരിക്കയുമായിട്ട് വല്ല ഇനിയിപ്പോൾ ട്രേഡ് വികസിക്കണമെങ്കിൽ ഇപ്പോൾ ജർമ്മനിയുമായിട്ട് നല്ല ബന്ധമില്ല. മൂന്നാമത്തെ ലോകശക്തി എന്ന് പറയുന്ന സാമ്പത്തിക ശക്തി ജർമ്മനിയാണ്. ജപ്പാനുമായിട്ട് ശത്രുവത്തെയാണ്, അവരുടെ ശത്രുവാണ് ജപ്പാൻ. അപ്പോൾ പിന്നുള്ള ഒരു രാജ്യം അവർക്ക് ഇത്രയും 140 കോടി ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ പ്രോഡക്ട്സുകൾ വിൽക്കണമെങ്കിൽ ഇന്ത്യയാണ്, തൊട്ടടുത്ത രാജ്യം ഇന്ത്യയാണ് അവരുടെ പ്രതീക്ഷ. പാകിസ്ഥാൻ വാങ്ങിക്കാൻ പണം വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് അവരുടെ സാമ്പത്തിക താല്പര്യം നോക്കും ഷീ ജിൻപിങ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ അവർ ടാർഗറ്റ് ചെയ്തില്ല. ഈ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്ന മുന്നറിയിപ്പൊക്കെ തരുന്നുണ്ട്, എല്ലായിടത്തും മോക്ക് ഡ്രില്ല്, വീടുകളിൽ വെളിച്ചം പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകും അങ്ങനെയല്ല എന്നാണ്. മോദി എന്ന് പറയുന്ന രാജ്യതന്ത്രജ്ഞൻ്റെ ഒരു തന്ത്രമാണ്. അദ്ദേഹത്തിനറിയാം 99% പാകിസ്ഥാനെ അടിയേറ്റു വീണ് കിടക്കുക. അവിടുന്ന് എണീക്കാൻ അവർക്ക് പറ്റാത്ത വിധത്തിലൊരു അടിയാണ് കൊടുത്തിരിക്കുന്നത്. വീണു. മോദിയുടെ കൈ കൊണ്ടേറ്റ അടിയേറ്റിട്ട് പലവട്ടം കറങ്ങി അവർ തറയിൽ വീണിരിക്കുക. അവിടുന്ന് എണീറ്റ് വരാൻ കുറേ സമയമെടുക്കും. പക്ഷേ ഇനി 99% സാധ്യതയും അയാൾ എണീറ്റ് വരാതിരിക്കാനാണ്. പക്ഷേ 1% സാധ്യത, ആ സാധ്യതയും തള്ളിക്കളയില്ല. കാരണം അതുമൂലം ആർക്കെങ്കിലും ഒരു ഇന്ത്യക്കാരനൊരു പരിക്കുണ്ടാവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് 100% പ്രിസിഷനോടുകൂടി ഇത് നിർവഹിച്ചതുപോലെ ഇതിലൊരു പാളിച്ചയും ഉണ്ടാകാതിരിക്കാൻ എങ്ങാനും ഏതവനെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനാണ് ഈ മോക്ക് ഡ്രിൽ എന്നൊക്കെ പറയുന്നത്. ഓടിപ്പടച്ച് ഇങ്ങോട്ട് ഒരാളൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് എപ്പോഴെങ്കിലും അവൻ തലപൊക്കുവാണെങ്കിൽ അതിനെ നേരിടാൻ കൂടി. കാരണം ഇന്ത്യക്കാരനായ ഒരു പൗരനും മരിക്കും. അത് ആ ദേശസ്നേഹത്തിൻ്റെയും രാജ്യതന്ത്രജ്ഞതയുടെയും വാക്കുകളായിട്ട് പുറത്തു വന്നിരിക്കുക എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം ഇതിപ്പോൾ എങ്ങനെ എന്ത് നടപടിയെടുക്കാൻ, എന്ത് പറഞ്ഞിട്ട് നടപടിയെടുക്കാൻ പറ്റും? പാകിസ്ഥാൻ്റെ ഏതെങ്കിലും മിലിറ്ററി ഇൻസ്റ്റലേഷൻ നമ്മൾ ആക്രമിച്ചോ?
ഇല്ല. ആശുപത്രി ആക്രമിച്ചോ ഇസ്രായേലിൽ നിന്ന്? ഇല്ല. ജനവാസ മേഖല ആക്രമിച്ചില്ല. സ്കൂൾ ആക്രമിച്ചോ? ഇല്ല. അതിർത്തി കടന്ന് നമ്മുടെ സൈന്യം അങ്ങോട്ട് ചെന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ അവർക്ക് ചെയ്യാവുന്ന കാര്യം അവർ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റത്തില്ല, പട്ടാളം കാവലിരിക്കുക, ഗേറ്റുകളെല്ലാം അടച്ചിരിക്കുക, നുഴഞ്ഞു കയറാനും പറ്റില്ല, കടുത്ത ജാഗ്രതയാണ്. പക്ഷേ അവർക്ക് ചെയ്യാവുന്ന മിസൈൽ ഇങ്ങനെ അയക്കാം. മിസൈൽ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിന് നേരിടാനും തകർക്കാനുമുള്ള സംവിധാനങ്ങളെല്ലാം ഇന്ത്യ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അവിടെ നിന്ന് തൊടുക്കുന്ന ഒരു മിസൈലിനും ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ പറ്റില്ല, ഒരു വിമാനത്തിനും കടന്നു കയറാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ? ഭീകരവാദികൾക്കെതിരെ എല്ലാ കടുത്ത ജാഗ്രതയും ഇന്ത്യ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ബസ്സുകളിലെ വിമാനങ്ങളിലൊക്കെ തന്നെ കടുത്ത പരിശോധന നടക്കുന്നുണ്ട്. തന്നെയല്ല എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഒരാളും കൂടെ അവിടെ മരിച്ച സ്ഥിതിക്ക് വേറെയും ആക്രമണികൾ മരിച്ചിരിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന മറ്റൊരു ഹാഫിസ് സയ്യിദും അതുപോലെ തന്നെ മസൂദ് അസാദ്, അവരാണല്ലോ ഈ ഭീകരവാന്മാരുടെ തലതൊട്ടപ്പന്മാർ. അവർ വരാറുള്ള താവളങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം നടക്കാറുള്ളത്. അവരുണ്ടായിരുന്നു അതിലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഹെവി പ്രൊട്ടക്ഷനിൽ കടുത്ത സംരക്ഷണത്തിലാണ് ഈ ഹഫീസ് സയ്യിദ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. അസുഖമായിട്ട് അദ്ദേഹം കിടപ്പും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുമെല്ലാം നമുക്ക് 10:30 ചേരുന്ന പത്രസമ്മേളനത്തിൽ അതിനെക്കുറിച്ച് അറിയാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യ ഈ പറയുന്ന ഈ ഒരു അലർട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു ആശയക്കുഴപ്പമില്ല. പാകിസ്ഥാൻ ഈസ് ഇൻ അട്ടർ കൺഫ്യൂഷൻ. ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത. അന്ന് പഹൽഗാമിൻ്റെ കാര്യത്തെക്കുറിച്ച് ബീഹാറിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയല്ലോ. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള തിരിച്ചടി. ആ തിരിച്ചടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആട്ടിയേറ്റ് നിലംപരിശായി കിടക്കുക പാകിസ്ഥാൻ. ഒരു രാജ്യം ഇന്ന് പിടിച്ചു പൊക്കാൻ പോലുമില്ല. പിന്നെ എങ്ങനെ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് മോദിക്ക്. ആ ആത്മവിശ്വാസം തന്നെ നമ്മളും പങ്കിടുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.